നമസ്കാരം. കരിമണൽ വിഷയത്തിൽ CPM-ന്റെ വാദമെല്ലാം പൊളിയുന്നു. ഈ വിഷയത്തിൽ ഇനി വലിയ ചർച്ചകൾക്ക് CPM മുതിരില്ല എന്നാണ് സൂചനകൾ. എക്സാലോജി കമ്പനി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് എല്ലാം നിശ്ചയിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL-ന് നൽകിയ ഖനന കരാർ സർക്കാർ റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിന് ശേഷമാണ്. ഇതടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കും. അതിനുശേഷം കേസന്വേഷണം CBI-ക്ക് വിടും. എന്നാൽ കർണാടക ഹൈക്കോടതി അന്വേഷണം തടഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രിക്കും CPM-നും ആശ്വാസമാകും. മാത്യു കുഴൽനാടൻ MLA ഉയർത്തിവിട്ട വിവാദം ഇപ്പോൾ കൊടുങ്കാറ്റായി മാറുകയാണ്. സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ലെന്നും അതുവരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് 2019 ഫെബ്രുവരി മാസത്തിലാണ്. ഇതിന് 4.5 വർഷം കഴിഞ്ഞാണ് CMRL-ന് ലഭിച്ച കരാർ റദ്ദാക്കി ഉത്തരവിറക്കുന്നതിന് 3.5 മാസം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം ഉയരുന്നത്. അതായത് കൈക്കൂലി വാങ്ങിയതിനും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുകയാണ്. ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടുത്ത നടപടികൾ നിർണായകമായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേസിന് പിന്നാലെയാണ്. ഈ 3 പേരുടെയും തീരുമാനം അതിനിർണായകമാകും. SFIO അതിവേഗ നിഗമനത്തിൽ എത്തിയാൽ അടുത്ത നിമിഷം തന്നെ CBI അന്വേഷണം വരാനുള്ള സാധ്യതയും ഏറെയാണ്. CMRL-ന്റെ ഉപകമ്പനിയായ കേരള റയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഖനനം നടത്തുന്നത്. ഈ കമ്പനിയാണ് CMRL-നായി ഖനനത്തിനുള്ള കരാർ നേടിയത്. പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നിട്ടും കരാർ റദ്ദാക്കാതിരിക്കാൻ നോക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ജോയിന്റ് വെഞ്ചർ സാധ്യത തേടിയതും മുഖ്യമന്ത്രിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് എന്നാണ് മാത്യു കുഴൽനാടൻ MLA ആരോപിക്കുന്നത്. ഇതിന് രേഖകളുടെ പിൻബലവുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനുവേണ്ടിയാണ് മാസപ്പടി എന്ന ആരോപണം വിവാദത്തിന് പുതിയ തലം നൽകും. നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു കുഴൽനാടന്റെ ശ്രമം. എന്നാൽ ഫോട്ടോസ്റ്റാറ്റ് രേഖയുമായി സഭയുടെ പവിത്രത കളയാൻ അനുവദിക്കില്ല എന്ന വാദത്തിൽ സ്പീക്കർ എൻ ഷംസീർ അനുവാദം നിഷേധിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് മറുപടിയൊന്നും പറയാനില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വർഷം മുതൽ മകൾക്ക് കരിമണൽ കമ്പനി മാസപ്പടി നൽകുന്നുണ്ടെന്നും ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് കരാർ റദ്ദാക്കാതെ സഹായിക്കാൻ ശ്രമിച്ചത് എന്നും അദ്ദേഹം പറയുന്നു. സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി പാടില്ലെന്ന 2019 ഫെബ്രുവരിയിലെ കേന്ദ്ര ഉത്തരവിന് പിന്നാലെ CMRL-ന് നൽകിയ കരാർ സർക്കാരിന് റദ്ദാക്കാമായിരുന്നു. എന്നാൽ 2023 ഡിസംബർ 18-നാണ് കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് ഇറക്കുന്നത്. 2023 ഓഗസ്റ്റിലാണ് വീണ വിജയനെതിരെ മാസപ്പടി ആരോപണം വരുന്നത്. അങ്ങനെയല്ല കാര്യങ്ങളെന്നായിരുന്നു CPM-ന്റെ വാദം. എന്നാൽ രേഖകൾ പുറത്തു വന്നതോടെ എല്ലാം മാറിമറിയുകയായിരുന്നു. CMRL-നായി സേവനം ചെയ്തു കൊടുത്തത് വീണയല്ല പിണറായി വിജയനാണെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. 2016-ൽ സുപ്രീം കോടതി CMRL-ന് ഖനനം നടത്താൻ അനുമതി നൽകാമെന്നാണ് വിധിച്ചത്. മാത്യു പറയുന്നത് പോലെയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ അവർക്ക് ഖനനം നടത്താൻ അനുമതി നൽകാമായിരുന്നില്ലേ എന്നാണ് CPM നേതാക്കൾ ചോദിക്കുന്നത്. 2019-ൽ മാത്രമാണ് സ്വകാര്യ കമ്പനികൾക്ക് ഖനനം വിലക്കി കേന്ദ്രം ഉത്തരവിറക്കുന്നത്. അതിനു മുൻപ് തന്നെ ഖനനം പൊതുമേഖലയിൽ മാത്രം എന്ന നയം 1ാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. CMRL-ന് ഖനനത്തിന് അനുമതി നൽകിയതുമില്ല എന്നിങ്ങനെയാണ് മാത്യുവിന്റെ ആരോപണങ്ങളെ CPM ഖണ്ഡിക്കുന്നത്. എന്നാൽ നയത്തിലെ മലയാളം പരിഭാഷയിലെ മാറ്റം ശ്രദ്ധേയമാണ്. ഇവിടെ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് പറയുന്നു, ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമാണ്. ഇതിനൊപ്പം കരാർ റദ്ദാക്കാൻ വൈകിയതും സുപ്രീം കോടതി അനുമതി നൽകിയിട്ടും ഖനന മേഖല സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഏറ്റെടുക്കാതിരുന്നതും എന്തുകൊണ്ടാണ് എന്നതിന് CPM ഉത്തരം നൽകിയിട്ടില്ല. 2016 മുതൽ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രിയോ CPM നേതാക്കളോ മറുപടി നൽകിയിട്ടില്ല. CMRL-നെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് പ്രതിഫലമായിട്ടാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചത് എന്നും മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചിരുന്നു. കമ്പനിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാനാണ് ഉത്തരവിറക്കാൻ വൈകിയത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എല്ലാ സ്വകാര്യ ഖനന അനുമതികളും റദ്ദാക്കാൻ 2019-ൽ കേന്ദ്രം തീരുമാനിച്ചതാണ്. ഇതനുസരിച്ച് 2004-ൽ CMRL-ന് കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിംഗ് വിഭാഗം നടപടികളുമായി മുമ്പോട്ട് പോയി. ഭൂമി സർക്കാർ തിരിച്ചെടുക്കാനുള്ള നടപടി നടക്കുമ്പോഴാണ് CMRL മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഫയൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണം. പിന്നീട് മുഖ്യമന്ത്രി യോഗവും വിളിച്ചു. ഖനന കരാർ റദ്ദാക്കാനാണ് നിയമവകുപ്പ് നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ തന്നെ ചുമതലപ്പെടുത്തി. കേന്ദ്ര സർക്കാർ തീരുമാനമുണ്ടായിരുന്നില്ലെങ്കിൽ CMRL-ന് അനുകൂലമായി തീരുമാനമുണ്ടാകുമായിരുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. ഇതിന് മറുപടിയായി P. രാജീവ് പറയുന്നത് ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള മാത്യു കുഴൽനാടന്റെ ആരോപണം UDF-ന് എതിരാണ്. തോട്ടപ്പള്ളിയിലെ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാമെന്ന് ഉത്തരവിറക്കിയത് 2002-ലാണ്. 2004-ൽ സർവേ നമ്പർ സഹിതം പാട്ടത്തിന് നൽകി. കമ്പനിക്ക് അനുമതി നിഷേധിക്കുകയാണ് LDF ചെയ്തത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ച ശേഷമാണ് ലൈസൻസ് അനുവദിച്ചത്. ഖനനം പൊതുമേഖലയിൽ പരിമിതപ്പെടുത്തുകയാണ് പിണറായി സർക്കാർ ചെയ്തത് എന്നാണ് വ്യവസായ മന്ത്രിയുടെ വാദം.